ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് വരെ ഉള്ളൊരു ബ്ലോഗാണ്. ഇന്ന് ഫുൾ ഡേ ബ്ലോഗല്ല കേട്ടോ. ഇന്നത്തെയും പോലെയൊക്കെ തന്നെയുള്ള കലാപരിപാടികളൊക്കെ തന്നെയാണ്. രാവിലെ വന്ന് കഥയൊക്കെ തുറന്നു പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഇന്നും കുഞ്ഞിന് പോകേണ്ട ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെ കുറച്ച് പേര് ഒരു 3-4 പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനിത്ര മേക്കപ്പ്, അടുക്കളപ്പണിയൊക്കെ തന്നെയല്ലേ എന്ന്. അടുക്കളപ്പണിയാണെങ്കിലും നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മാന്യത നമ്മൾ പുലർത്തണമല്ലോ. കാരണം ഞാനിങ്ങനെ ഓർക്കപ്പിച്ചിൽ എഴുന്നേറ്റ് കൂതറ വേഷത്തിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കായാലും എന്തായാലും തോന്നാതിരിക്കത്തില്ല, ഇതെന്ത് വേഷമാണ്, ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നതല്ലേ, അപ്പോൾ ഇങ്ങനെ ഇച്ചിരി മെനയായിട്ടൊക്കെ നിന്നുകൂടെ നിങ്ങൾ അന്നേരം ചോദിക്കും. ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ചെയ്യുന്നത് തന്നെ കേട്ടോ. പിന്നെ എനിക്കും കാണുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് ഒരു തൃപ്തി എനിക്ക് ആവണമല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഇച്ചിരി മെനക്കാക്കി എടുക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ ഇച്ചിരി നല്ലൊരു ഡ്രസ്സ് എടുത്തിടും. പിന്നെ കുറച്ച് മേക്കപ്പ് എന്ന് വെച്ചാൽ വലിയ മേക്കപ്പൊന്നും ഇല്ല, മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി ഒരു പൊട്ടൊക്കെ വെച്ച് ഇങ്ങനെ വരുന്നതിനാണോ നിങ്ങൾ ഇത്രയും വലിയ മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, അതെൻ്റെ ഫേവറേറ്റ് ആണ്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് മാറ്റാനും പോകുന്നില്ല. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാലും മതി കേട്ടോ. പിന്നീട് ഇന്ന് അരിയടപ്പത്തൊക്കെ ഇട്ടു. പിന്നീട് പൊറോട്ട ഇന്നലെ മേടിച്ചായിരുന്നു കേട്ടോ. ഇന്നലെ മേടിച്ചത് ബാലൻസ് ഒരു 4 ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അരിയാട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന് വേണ്ടിയിട്ട്. ഈ പൊറോട്ട മേടിക്കുന്ന കാര്യം ഒരു ഇതില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ അരിയാട്ടി വെച്ചിരുന്നു. പിന്നെ അതിൽ നിന്നെടുത്ത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. കുഞ്ഞിനോട് വെച്ചപ്പം കുഞ്ഞൻ പറഞ്ഞു എനിക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വിചാരിച്ചു അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ. പിന്നെ ഇന്ന് കറി വെക്കാൻ ഒന്നും കിടപ്പില്ലായിരുന്നു, പച്ചക്കറിയൊക്കെ തീർന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിനി മാർക്കറ്റിൽ പോകണം. അപ്പോൾ ഒരു കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആ കിഴങ്ങ് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് കിഴങ്ങ് ഫ്രൈ ഇട്ടോ വെക്കുന്നത് തന്നെ. കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇന്ന് പയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങായിപ്പോയി കേട്ടോ. കുറച്ചെടുത്ത് ഇങ്ങനെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുമായിരുന്നു, തോരൻ വെക്കാനൊക്കെ. പക്ഷെ ഒരുപാടായിപ്പോയി. അത് കുറച്ചെടുത്തിട്ട് ബാക്കി പിന്നെ നാളെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിഴങ്ങ് മസാല പുരട്ടിയാണ് ഞാൻ മിക്കപ്പോഴും വെച്ചിട്ട് പിന്നീടാണ് ഫ്രൈ ചെയ്യാറുള്ളത്. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് നേരെ ഡയറക്റ്റ് കിഴങ്ങ് ഇട്ടിട്ട് മസാലയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എണ്ണ ഒഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് അതിനുശേഷം പിന്നീട് തുറന്ന് വെച്ചിട്ട് കേട്ടോ വേവിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല മുരുമുരാന്നിരിക്കും. അങ്ങനെ അത് നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ അഭിപ്രായം പറയണം കേട്ടോ. കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. എരിവ് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുഞ്ഞിന് ഞാൻ അധികം എരിവ് കൊടുക്കാറില്ല കേട്ടോ. ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ കാറിക്കുപ്പി ബഹളം വെക്കും. അതുകൊണ്ട് എരിവ് കുറച്ചിട്ട് കേട്ടോ ഫുഡിനകത്ത് എല്ലാത്തിനകത്ത് ഇടാറേ ഉള്ളത്. പിന്നെ നമുക്ക് രാവിലെ ഇന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്നും പറഞ്ഞാണ്. അതിന് കുറച്ച് സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാണ്. മുട്ടയില്ല കേട്ടോ. മുട്ടയിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയാലും മുട്ടയില്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രം മാറ്റിയിട്ട് ഞാൻ അടുത്തത് വെച്ചിട്ടുണ്ട്. അപ്പം പാൻ വെച്ചിട്ടേ അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് പൊറോട്ട ഒന്ന് ഇങ്ങനെ പിച്ചി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കൈകൊണ്ട് ഞാനിങ്ങനെ പിച്ചി പറിക്കുന്നു. വലിയ പൊറോട്ടയായിട്ടോ. അതുകൊണ്ട് ഞാൻ 3 എടുത്തുള്ളൂ. ഒരെണ്ണം ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ചോട്ടോ. എല്ലാം കൂടെ ആയാലും കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നീട് എണ്ണ ഒഴിച്ചു. പിന്നെ അതിനുശേഷം ഉള്ളി ഇട്ടു. അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടു. ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ നമുക്ക് ചെയ്യാമല്ലോ, ഇല്ലെങ്കിൽ അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആയിപ്പോവും. അങ്ങനെ പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങ തിരുകാമെന്ന് വിചാരിച്ചു. തോരൻ വെക്കാൻ പയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ തേങ്ങ തിരുകിയൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിയും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുത്തടുത്ത് നിന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 കാര്യങ്ങളും നമുക്ക് ഒരേപോലെ നോക്കാനും ചെയ്യാനും പറ്റും. ഇതാകുമ്പോൾ എളുപ്പമായിട്ട് സമയം നമുക്ക് പിന്നെ ആ ഉള്ള സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇത് തോരന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ ആക്കി അരപ്പിന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളകും എല്ലാം കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുത്തു. പിന്നീട് നമ്മുടെ കുത്തു പൊറോട്ടയ്ക്കകത്ത് എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ. അതിനകത്ത് ചേർത്തതിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നീട് നമ്മൾ പിച്ചി പറിച്ച് വെച്ചിരുന്ന പൊറോട്ടയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് അതിനകത്ത് ഞാൻ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ല ഇളക്കിങ് എടുക്കും കേട്ടോ. ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുഞ്ഞിന് ഞാൻ പിന്നെ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന്. അതിനുശേഷം
ശേഷം വന്ന് ഞാൻ പിന്നെ ബാക്കിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കുമായിരുന്നു. തോരനായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് തന്നെ. പിന്നീട് വെള്ളമൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ചോറിട്ടു, പിന്നെ കറികളൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കുമായിരുന്നു. അപ്പോഴേ സമയം കുറച്ച് പോയെന്നും പറഞ്ഞ് കുഞ്ഞൻ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ മീൻകറി ഇന്നലെ ഞാൻ ആക്കി വെച്ചിരുന്ന മീൻകറി ആട്ടോ. അപ്പം മീനൊക്കെ കിട്ടുവാണെങ്കിലേ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ വൈകിട്ട് തന്നെ അങ്ങ് ആക്കി വെക്കും. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പിറ്റേന്ന് വലിയ പാടില്ലല്ലോ. അങ്ങനെ മീൻകറിയൊക്കെ ആക്കിയേ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മീൻകറിയുടെ വീഡിയോ നിങ്ങളെ കാണിക്കാഞ്ഞത്. അങ്ങനെ പിന്നെ കുഞ്ഞിനെയും പറഞ്ഞു വിട്ടു, ഫുഡൊക്കെ കൊടുത്തു, എല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കും. കുഞ്ഞിനെ പറഞ്ഞു വിട്ടാൽ നേരെ വന്ന് പ്രാർത്ഥിക്കുകയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം അത് നമ്മുടെ പിന്നെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നെ അതൊന്നും കാണിക്കണ്ടല്ലോ എന്നും പറഞ്ഞാൽ കാണിക്കാത്തത്. അതിനുശേഷം പിന്നെ കുഞ്ഞൻ എന്നെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വിളിച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞ ഉടനെ വിളിക്കും കേട്ടോ. അന്നേരം വിളിച്ച് സംസാരിച്ച് നേരം 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക ആ സമയം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യും. അവിടെയൊക്കെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാൻ വേണ്ടി വന്നേ കേട്ടോ. ഇതാണെങ്കിലേ നമ്മുടെ പൂച്ചയുണ്ടല്ലോ, അവൾക്ക് ഇന്നലെ ഞാൻ മീൻതല കൊടുത്തായിരുന്നു ഇലക്കകത്ത് വെച്ചിട്ട്. അവൾ കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി വേസ്റ്റ് അവിടെ വെച്ചിരുന്നതായിരുന്നു. അതൊക്കെ പിന്നെ എടുത്തുകൊണ്ട് കളയുമായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ പൂച്ചക്കുട്ടിയുടെ മക്കൾ കേട്ടോ, അവളുടെ മക്കളാണ്. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞു, കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ. എന്നായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അവളുടെ വയറ് കണ്ടപ്പോഴേ അവളുടെ ഡെലിവറി കഴിഞ്ഞെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നേട്ടോ. അങ്ങനെ ഞാൻ അവൾ ഇറങ്ങി പോകുന്ന കണ്ടതുകൊണ്ട് ഞാൻ അവളെ കാണാതെ കയറിപ്പോയി. കുഞ്ഞുങ്ങളെ കണ്ടതാണ്. ചിലപ്പം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയാലോ എന്നൊക്കെ വിചാരിച്ചു. കുഞ്ഞുങ്ങളെ എടുത്ത് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇതിട്ട് കിടത്തണം, എന്തെങ്കിലും തുണിയൊക്കെ ഇട്ട് കിടത്തണമെന്നുണ്ട്. പക്ഷേ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ പറക്കിക്കൊണ്ട് പോവുകയോ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ തൊട്ടില്ല, അങ്ങനെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അവിടെ ഒരു ബൈൻഡ് ഇരുന്നതിനകത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കള്ളിപ്പൂച്ച കിടന്നത്, കറമ്പിപ്പൂച്ച കിടന്നത് കേട്ടോ. അവളുടെ മക്കളുമൊക്കെ ആയിട്ട് കിടന്നത്. ഇപ്പോഴത്തെ ഡെലിവറി മറ്റവളാണെങ്കിൽ താഴെയാണ് ആക്കിയത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ഇറങ്ങി വന്നു. പിന്നെ ബാക്കിയുള്ള ജോലിയിലൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് തുണി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കഴുകിയിട്ട തുണികളായിരുന്നു. അപ്പോൾ ചെറിയ നനവുണ്ടായിരുന്നു, ഉണങ്ങി കിട്ടിയിട്ടില്ലായിരുന്നു. അത് പിന്നെ ഞാൻ എടുത്ത് വെയിലത്തോട്ട് ഇട്ടു. ഇന്ന് തുണിയൊന്നും കഴിവുന്നില്ല. അതിനുശേഷം നേരെ വന്ന് ഫുഡ് കഴിച്ചു. എനിക്ക് വയറ് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നല്ല മഴയായിട്ട് ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ആ മഴയുടെ ആ ഒരു ഇരപ്പ് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ഇന്ന് ഫുൾ ഡേ മഴയാണ് കേട്ടോ. ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണ്, ഇതുവരെയും തോന്നിട്ടില്ല. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നീട് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കുറേ പാത്രങ്ങളിലൊക്കെ മാറ്റാനുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ തൊട്ട് ഇങ്ങനെ തുടച്ചൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നീട് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് വെച്ചാലേ, എന്നോട് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനില്ലേ, അമ്മയും അനിയത്തിമാരെയും മാത്രമാണല്ലോ കാണിക്കുന്നത്, അച്ഛനെ ഇതുവരെയും കാണിക്കുന്നില്ല, അച്ഛനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛനെ കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അച്ഛനില്ലപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ആ മനുഷ്യനെ കുറിച്ച് പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് അച്ഛൻ്റെ സ്നേഹമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്. ഞങ്ങൾക്ക് 3 പേരും ഞങ്ങളവരുടെ സ്നേഹം അനുഭവിച്ചിട്ടേ ഇല്ല കേട്ടോ. അച്ഛൻ്റെ ഒരു സ്നേഹം ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യവും ചെയ്തും തന്നിട്ടും ഇല്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ടാണ് എനിക്ക് ഓർക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. ഒരുപാട് സങ്കടങ്ങളും വേദനകളും നിറഞ്ഞൊരു നിമിഷമായിരുന്നു ആ ഒരു സമയത്ത്. അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കതൊരു വേദന തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. ഇനി നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഇനി ആ കാര്യം ചോദിക്കരുത്. ദൈവത്തെ ഓർത്ത് അച്ഛൻ്റെ കാര്യം ചോദിക്കരുത്. എനിക്ക് ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കാനോ ഇല്ലെങ്കിൽ തന്നെ സംസാരിക്കാനോ തീരെ താല്പര്യമില്ല. എൻ്റെ അമ്മ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് തീരെ താല്പര്യമില്ല പറയാനും സംസാരിക്കാനും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചോദിക്കരുത്. ഇനിയും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അത് ഉൾപ്പെടുത്തിയത് തന്നെ കേട്ടോ. അതൊക്കെ പോട്ടെ. പിന്നെ അമ്മയെ കുറേ പേര് നിങ്ങൾ തിരക്കിന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ഈ അന്വേഷണമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഹായ് ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അമ്മയെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നീട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി പറക്കിയൊക്കെ വെക്കുമായിരുന്നു. കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴുകി പറക്കി എല്ലാം എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഇങ്ങനെ അഴുക്കായിട്ടൊക്കെ കിടക്കുമല്ലോ, എത്ര കഴുകിയാലും ഇങ്ങനെ അഴുക്ക് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്നുള്ളത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കും. പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ
വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ അങ്ങനെ വേസ്റ്റ് പുറത്തുകൊണ്ട് കളയത്തില്ല കേട്ടോ. ഇങ്ങനെ അടച്ച് ഒരു പാത്രത്തിനകത്ത് വെച്ചേക്കും, രാവിലെ കൊണ്ട് കളയത്തുള്ളൂ. ഈ ഒന്നാമത്തെ കാര്യം എലിയുടെ ശല്യങ്ങൾ സഹിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ നമ്മൾ വേസ്റ്റും കൂടി ഇടുമ്പോഴത്തേക്ക് പിന്നെയും എലിയും അതൊക്കെ കയറും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ കൊണ്ട് കളയത്തില്ല. അതുകൊണ്ട് പിന്നെ രാവിലെ എടുത്തുകൊണ്ട് എല്ലാം ജോലിയെല്ലാം കഴിയുമ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് പാത്രങ്ങളെല്ലാം പുറത്തുകൊണ്ട് വെച്ചിട്ട് നേരെ പിന്നെ റൂമിലോട്ടാട്ടോ വന്നത്. അവിടെ വന്നിട്ട് പിന്നീട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറാമെന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ മാറത്തുള്ളൂ. ഡെയിലി മാറുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ആഴ്ചയിലൊക്കെ ഒരു വട്ടമൊക്കെ മാറാറുള്ളൂ. കാരണം അതൊക്കെ എടുത്തുകൊണ്ട് കഴുകണമല്ലോ, ഭയങ്കര പാടാണ്. നമുക്ക് വാഷിംഗ് മെഷീനൊന്നും ഇല്ലല്ലോ വീട്ടിൽ. നമ്മൾ മേടിച്ചത് അവിടെ ഇരിക്കുക കേട്ടോ, കായംകുളത്തിരിക്കുകയാണ്, നമ്മൾ എടുത്തുകൊണ്ട് വന്നതൊന്നുമില്ല. അപ്പം അതിനുശേഷം പിന്നീട് ഇതാ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു. ഇന്ന് ആനയൊക്കെ ഉള്ള ബെഡ്ഷീറ്റാട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിത് വിരിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബെഡ്ഷീറ്റ് ഇടുന്നത്. അത് വിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആനയൊക്കെ കണ്ടത്. സൈഡിൽ ആന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വിരിച്ചിട്ട് പിന്നീട് വന്ന് അവിടേക്കൊന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. നല്ല പൊടിയാട്ടോ. നമ്മൾ അടിച്ച് വാരിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വന്നു സിറ്റൗട്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പൊടിയാണ്. ഇത്രയും പൊടി എന്താണെന്നറിയാമോ, ഈ റോഡ് സൈഡിലായതുകൊണ്ടായിരിക്കാം. പിന്നെ അവിടുത്തെ പോർച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വരുമായിരുന്നു. നിറയെ പൊടിയേറി ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് മാത്രമല്ല, കുഞ്ഞനാണെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കാറിന് വീലിൻ്റെ അടിയിൽ മൊത്തവും ഇങ്ങനെ മണ്ണായിരിക്കുമല്ലോ, മണ്ണെല്ലാം കൂടെ ഇങ്ങനെ കയറി ആകെ കുളമാകും കേട്ടോ. അങ്ങനെ പിന്നെ അവിടേക്ക് അടിച്ച് വാരിയിട്ട് പിന്നീട് വന്നിട്ടാണ് റൂമൊക്കെ അടിച്ച് വാരിയത്. റൂമും ഹോളും ഒക്കെ അടിച്ച് വാരുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാനും പിന്നെ കുറച്ച് എഡിറ്റിങ്ങും പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പോയിരുന്ന് അതൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ കുഞ്ഞൻ വിളിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞിനോട് സംസാരിച്ച് വന്നതിന് ശേഷം അപ്പോഴത്തേക്ക് എനിക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അതിനുശേഷം വന്ന് ഞാനും ഫുഡ് കഴിക്കാനൊക്കെ എടുത്തു. എനിക്കിന്ന് മീൻകറിയും പയർ തോരനായിരുന്നു. എനിക്ക് അധികം കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുഞ്ഞിന് വേണ്ടി മാത്രം ഞാൻ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കും. കുഞ്ഞൻ ജോലിക്ക് പോയിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കുന്ന അല്ലേ. അങ്ങനെ പിന്നെ പയർ തോരനൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ചടിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയർ തോരനും ഈ ചെറുപയർ തോരനും. ചെറുപയർ പുഴുങ്ങിയാലും ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനേ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സമയത്ത് കഴിക്കുമ്പോഴേ എനിക്ക് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് പയർ കിട്ടാറുണ്ടല്ലോ, ആ ഒരു സമയത്ത് അത് കഴിച്ച ഒരു ഓർമ്മ എനിക്ക് വരും കേട്ടോ. എനിക്ക് ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പയറൊക്കെ ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനൊക്കെ. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള അവസരം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. പയർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ചു. അതിനുശേഷം ഇത് കുറച്ച് പച്ചരി ആട്ടോ, അമ്മ അന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പച്ചരിയായിരുന്നു. ഞാനിത് എടുത്തിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പുള്ളതുകൊണ്ട് അതെടുത്ത് തീർന്നിട്ട് ഇത് എടുക്കാമെന്ന് പറഞ്ഞ് കവറിൽ തന്നെ ഇങ്ങനെ ഇറക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ ഒരുമാതിരി പൂച്ചികൾ പോലത്തെ സംഭവങ്ങൾ കയറുമല്ലോ, വണ്ട് പോലെ, അതൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കൈയോടെ പാറ്റി പറക്കി വെച്ചില്ലെങ്കിൽ അത് മൊത്തം നശിപ്പിച്ച് കളയും അതൊക്കെ. അങ്ങനൊരു പാത്രത്തിൽ ഇതിനകത്ത് ഞാൻ പച്ചരി ഇട്ട് വെക്കുന്നത്. അതിനകത്ത് ഇരുന്നത് തീർന്നപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് പാറ്റി പറക്കി എല്ലാം ആക്കിയിട്ട് അതിനകത്തിട്ട് അടച്ച് വെച്ചു. അതിനുശേഷം പിന്നെ അവിടേക്ക് ഒന്ന് തൂത്ത് വാരുമായിരുന്നു കേട്ടോ. അവിടെ മൊത്തം ഇതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് അവിടെ എല്ലാം തൂത്തൊക്കെ വാരി അപ്പോഴത്തേക്ക് നമ്മുടെ തുണികൾ കൊണ്ട് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ കഴുകിയ തുണികളായിരുന്നു. അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചുമ്മാ ചൂടാകുമ്പോഴത്തേക്കൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അത് പിന്നെ കൈയോടെ കൊണ്ടുവന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചൂടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മടക്കിയില്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും മടക്കത്തില്ല. അവിടെ ഇട്ടിട്ട് അത് പിന്നെയും തണുത്ത് അവിടെ കിടക്കുകയും ചെയ്യും. ഞാൻ മറന്നു പോവുകയും ചെയ്യും. എനിക്ക് ഭയങ്കര മടിയോ കേട്ടോ, കൈയോടെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ കൈയോടെ ചൂടോടെ അങ്ങ് മടക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇരുന്ന് മടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തിൽ കാണുന്നവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.